കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയ് മഡോണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് ജനറൽ ബോഡി യോഗം മേരിലാൻഡ് ഹോട്ടലിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് നാസർ ബി താജിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. കായംകുളം യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. രക്ഷാധികാരിയായി വിജയകുമാർ, പ്രസിഡന്റായി നൌഷാദ്, സെക്രട്ടറിയായി സത്താർ നൂർദീൻ, ട്രഷററായി പ്രവീൺ കുമാർ, വർക്കിംഗ് പ്രസിഡന്റായി എസ്.കെ. നസീർ, വൈസ് പ്രസിഡന്റായി ബദറുദ്ദീൻ, രമേശ് ആര്യാസ്, വിവേകാനന്ദൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ഹരിദാസ്, സെയ്ഫുദ്ദീൻ, യെബിൻ കോശി, ബിജു താസ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റോയി മഡോണ യോഗം ഉദ്ഘാടനം ചെയ്തു. കായംകുളം യൂണിറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വളരെ സന്തോഷകരമായ നിമിഷം കൂടെയാണ്. ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. കാരണം വ്യാപാരം വളരെ മോശമാണ്. അതുപോലെ തന്നെ വിലവർധനവ് നിരന്തരം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചുകൊണ്ട് ഈ വ്യവസായം മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കത്തില്ല. തുടർന്നു കൊണ്ടുപോയ പ്രസ്ഥാനം എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോകണം എന്നുള്ള ആഗ്രഹത്തോടാണ് പലരും ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം വേറെ തൊഴിലുകളൊന്നും അവർ ആശ്രയിച്ചിട്ടില്ല. പഠിച്ച തൊഴിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള മനോഭാവത്തോടുകൂടിയാണ് ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോയാൽ ഈ ഹോട്ടൽ മേഖല വിലവർധനവ് മൂലവും മറ്റ് പ്രതിസന്ധികൾ മൂലവും മറ്റ് നിയമപരമായ തടസ്സങ്ങൾ മൂലവും നമ്മുടെ പ്രസ്ഥാനം എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യും, അടച്ചു പോകേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ഉചിതമായ പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി മനാഫ് കുബാബ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് രതീഷ്, നന്ദകുമാർ, ആശ തോമസ്, മോഹൻദാസ്, ഷെണായി, നവാസ്, അബ്ദുൾ ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. അവൾ ഇവിടെ ഒരു ചികിത്സ ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓരോ കടകളിൽ അത് വെച്ചുകൊണ്ട് അതിന്റെ ഫണ്ട് ശേഖരിച്ച് നമ്മുടെ യൂണിറ്റിലുള്ള ആവശ്യത അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പെട്ടെന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നവരെ കാരണമായിരിക്കുന്ന ചിത്ര ഹോട്ടൽ ഉടമ ഇരുമക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മുടെ ഹൈവേയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനം ഒരു മുന്നറിയിപ്പുള്ള നഗരസഭാ നേതൃത്വം ഇടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവിടെ നിന്നാണ് നമ്മൾ ഈ സംഘടന ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഒരു ഹോട്ടലുകാരനായ എന്നിൽ അറിയിച്ചത്. അങ്ങനെ ഞാൻ ഈ സംഘടനാ പ്രതിനിധികളെ തേടി ആലപ്പുഴയിൽ തിരക്കി ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നേതാക്കളെ കണ്ടെത്തി അവരെ കൊണ്ടുവന്ന് നമ്മൾ 30 വർഷമായി ഈ യൂണിറ്റുകളുടെ ഫോമായിട്ട്. എന്തായാലും ഈ സംഘടനയെ നമുക്ക് നമ്മുടെ കണ്ണിലെ കൃഷ്ണകുടി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇത് നമ്മുടെ കാരണം ഇന്ന് നമ്മളെ ഹോട്ടലുകാർ അനുഭവിക്കുന്ന മുഴുവൻ ഗുണങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഭരണ നേതൃത്വത്തോട് മല്ലടിച്ച് നേടിയെടുത്താണ്. അത് നമ്മുടെ അംഗങ്ങളല്ലാത്തവരും അംഗങ്ങളുള്ളവരും ആ ആനുകൂല്യങ്ങൾ ഇന്നും കൈവിട്ടുന്നുണ്ട്. CDNet ന്യൂസ് കായംകുളം.